എന്നെ തല്ലേണ്ട മാവ ഞാൻ നന്നാവൂല. സാധാരണ ഞാൻ ഈ സമയത്ത് വീഡിയോ കൊണ്ട് വരണതല്ലേ. എൻ്റെ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു 9, 10, 11 മണിക്കുള്ളിലാണ് ഞാൻ വീഡിയോ ഇടുക. ഇന്നലെ വീഡിയോ ഇട്ടു. അങ്ങനെ 2 ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ ടീച്ചർക്ക്, നമ്മുടെ കുളിക്കുന്ന ടീച്ചർ, നമ്മളാരും കുളിക്കാറില്ലല്ലോ, കുളിക്കുന്ന ടീച്ചർ, ആ ടീച്ചറിൻ്റെ ഒരു വീഡിയോ ഇട്ടു. ഇന്നലെ രാത്രി എനിക്കൊരു 3 കമൻറ്റ് പുള്ളിക്കാരത്തിലെ സുഖമാണോ, ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ ഞാനത് ആ കഴിഞ്ഞ ദിവസം കൊണ്ട് ആ വീഡിയോ 2 ഇട്ടു. അതോടുകൂടി ഞാൻ അവസാനിപ്പിച്ചതാണ്. കാരണം നന്നാവില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആരെന്ത് പറഞ്ഞാലും നാണോ മാനോ ഇല്ല. വീണ്ടും വീണ്ടും ഇന്ന് കേട്ടു, ഞാൻ ഇനിയും നഗ്നതാ പ്രദർശനം നടത്തും, ഇനിയും നടത്തും. എൻ്റെ കോളേജ് ക്യാമ്പസിലെ പിള്ളേരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അധ്യാപകരൊക്കെ പോയാലും അവർ നിന്നിട്ട് ഉമ്മ വയ്ക്കും. ഇങ്ങനെ പിടിക്കണം എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഇപ്പം എനിക്കെന്താ, ഞാനും ചെയ്തുകൂടെ? എനിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എനിക്കും 18 വയസ്സ് കഴിഞ്ഞ ആളാ, ഏതാണ്ട് അടുത്തേക്ക് എത്തും പ്രായത്തിൽ. പ്രതികരണശേഷി എന്ന് പറയുന്നത് എനിക്കുമുണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും ഉണ്ട്. ആരെയും എന്ത് കണ്ടാലും നമ്മൾക്ക് തോന്നുന്ന പോലെ പ്രതികരിക്കാം, മാന്യതയുടെ രീതിയിൽ. ഞാനതേ ചെയ്തുള്ളൂ. ടീച്ചറിന് നഗ്നതയാവാമെങ്കിൽ എനിക്കതിനെ വിമർശിക്കാം, തീർച്ചയായിട്ടും. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ഇത്ര ഫ്രീ ആയിട്ട് നിന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്കത് പറഞ്ഞൂടെ? കാണിക്കാം, പറയാൻ പാടില്ല. എങ്ങനെ ശരിയാവും? നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ അയക്കുമോ? പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? നമ്മളെ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ മറ്റു യൂട്യൂബർമാർ നന്നാവണമെങ്കിൽ നന്നാവട്ടെ, അല്ലെങ്കിൽ ശരിയാവണമെങ്കിൽ ശരിയാവട്ടെ, ചിലത് സ്നേഹത്തിൻ്റെ ഭാഷയിലാവാം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു കാണിക്കും, ചൂണ്ടിക്കാണിക്കും. അപ്പോൾ വിവേകമുള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയോ? അത് തെറ്റാണെങ്കിൽ അത് തിരുത്തും. നമ്മുടെ വിജയിലെ കുട്ടിയുടെ പേര്, 2 മക്കളുടെ പേര് ആത്മജ എന്നിട്ടു. ഒരാൺകുട്ടിക്ക്, പെൺകുട്ടി രണ്ടാമതുണ്ടായപ്പം ഓം പരമാത്മ എന്നിട്ടു. കുറേ യൂട്യൂബർമാർ അതിനെതിരെ പ്രതികരിച്ചു. കാരണം ഈ കുഞ്ഞുങ്ങൾ നാളെ ഭാവിയിലേക്ക് വളർന്നു വരുമ്പോൾ ഈ പേരൊക്കെ എങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചിട്ട്. വിജയന് വിവരം മനസ്സിലായി, വേഗം തെറ്റിദ്ധരുത്തി, സോറി പറഞ്ഞു. അതാണ് വിവേകമുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്നത്. ഇതങ്ങനെയാണോ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, പറയുമ്പോൾ കയറി കേട്ടിട്ടുണ്ട്. ആ സിനിമാ പാട്ടും അനുസരിച്ചിട്ട് തന്നെയുള്ളതാണ്. എന്നെ തല്ലേണ്ട മാവ ഞാൻ നന്നാവൂല. എൻ്റെ കോളേജ് ക്യാമ്പസിൽ പിള്ളേരെ ഉമ്മ വയ്ക്കണു, ഇങ്ങനെ പിടിക്കണു, പിന്നെ ഇങ്ങനെ പിടിക്കണു. പിന്നെ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ? എനിക്ക് 18 വയസ്സ് കഴിഞ്ഞതല്ലേ. ഈ കുട്ടികളെ ക്ലാസ് റൂമിലേക്ക് വിളിച്ചിട്ട്, മക്കളെ, അപ്പനും അതല്ല രസം. എത്ര ജോഡി ഡ്രസ്സ് ഒരാൾക്കുണ്ടെന്ന് അറിയാം? 10 എത്ര 20 ജോഡി ഡ്രസ്സ്, ഇന്നർ വെയറിൻ്റെ കണക്കൊക്കെ ടീച്ചർക്ക് അറിയാട്ടോ, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത്രയൊക്കെ ഉണ്ട് അത്രേ. അപ്പോൾ ഈ മക്കളെ വിളിച്ചിട്ട് പറയണം, മക്കളെ, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ പേരൻസ് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. നിങ്ങൾ ആ സമയം വെറുതെ മിസ്യൂസ് ചെയ്യരുത്. പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കുക, അത് കഴിഞ്ഞാൽ ആവാലോ ഇതൊക്കെ, ഒരു സ്റ്റാൻഡിലെത്ത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം പറയണ് അവർക്കാകാമെങ്കിൽ പിന്നെ എനിക്കെന്തായിക്കൂടാത്തെ? ഞാനും 18 വയസ്സ് കഴിഞ്ഞതല്ലേ. പോത്തിൻ്റെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ലെന്ന് കർണമാര് പറയാറുണ്ട്. ഇനി ഞാൻ ആ സ്ത്രീയെ കുറിച്ചിട്ട് ഒരക്ഷരം സംസാരിക്കാനില്ല. ഇതോടെ അവസാനിപ്പിച്ചു. അല്ല, എന്നെ ഭീഷണിപ്പെടുത്തി സുഖമല്ലേ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടേ. യൂട്യൂബ് ആരുടെയും കുടുംബ സ്വത്തൊന്നുമല്ല, ശരിയാക്കാൻ വാ. അപ്പോൾ നമുക്ക് മറ്റൊരു വീട്ടിൽ കാണാം കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇന്ന് രാത്രി തന്നെ വരും. ഇതിങ്ങനെ 2 വാക്ക് പറയാണ്ട് മുട്ടി നിന്നിട്ട് ഞാൻ പറഞ്ഞതാട്ടോ. രാത്രിയിൽ എന്തെങ്കിലും ഒരു നല്ല വിഷയമായിട്ട് വരാം കേട്ടോ.